അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ മീൻ വാങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ച മൊത്തം ഓണമായിരുന്നു. അതിന് മുൻപത്തെ ആഴ്ച കല്യാണമായിരുന്നു. എനിക്കാണെങ്കിൽ മീൻ കൂട്ടി ചോറ് കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു മീൻ മതി. ശരിക്കും പറഞ്ഞാൽ കറി വയ്ക്കുന്ന മീനാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ കിട്ടിയത് പൊരിക്കേണ്ട മീനായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. കിട്ടിയ മീനിൽ എല്ലാ മസാലകളും കൂടെ ചേർത്ത് പൊരിക്കാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചായിരുന്നു. പിന്നെ ആരൊക്കെ കമന്റിൽ ചോദിക്കുമായിരുന്നു ഈ മീനിന്റെ മുകളിലുള്ള പൊടി എന്താണെന്ന്. അത് പൊടിയല്ല കേട്ടോ, മണ്ണാണ്. നമുക്ക് ചന്തയിൽ നിന്ന് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനിപ്പോൾ അവരെ തന്നെ ചോദിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കീര കിട്ടിയിരുന്നു. കീരയും തോരൻ വെച്ചായിരുന്നു. എന്തെങ്കിലും തോരൻ വേണമല്ലോ. കറിക്ക് വേണ്ടി രസവും വെച്ചായിരുന്നു. എല്ലാ പ്രാവശ്യം തക്കാളി ഞാൻ അരിഞ്ഞാണ് ഇടുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പേസ്റ്റ് പോലെ ആക്കിയിട്ട്, പക്ഷേ പേസ്റ്റ് പോലെ ആക്കിയിടുന്ന രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കട്ടിയായിരിക്കും, നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത പണിയെന്ന് പറയുന്നത് മീനിനെ പൊരിക്കാൻ വെക്കുന്നതാണ്. അങ്ങനെ നല്ല എണ്ണയൊക്കെ ഒഴിച്ച് മീനിനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മറിച്ചിട്ടപ്പോഴത്തേക്കും ഒരു നല്ല മണം ഉണ്ടായി. എനിക്കൊന്ന് കുറച്ച് ദിവസം കൊണ്ട് മീൻ കഴിക്കാത്തത് കൊണ്ടായിരിക്കും ഇത്രയും മണം എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല ചോറും കീരയും പൊരിച്ച മീനും രസവും കൂടെ ആയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. ഈ പൊരിച്ച മീനിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്ന രസമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.